ഗുഡ് മോർണിംഗ്. നമ്മുടെ യാത്രയുടെ 4ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ ഡിസ്കിത്തിലാണ്. ഇന്നലെ ഡിസ്കിത്ത് മൊണസ്ട്രി ഒക്കെ കണ്ട്, പിന്നെ 100 ഡെസേർട്ടിലൂടെയുള്ള ഒരു ക്യാമൽ സഫാരിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇന്ന് രാവിലെ ഒരു 7 മണിയായി. നമ്മൾ പോകുന്നത് പാങ്ങോക്ക് ലേക്കിലേക്കാണ്. ലഡാക്കിലെ ഏറ്റവും ഫേമസ് ആയ ലേക്കാണ് പാങ്ങോക്ക് ലേക്ക്. അപ്പോൾ പാങ്ങോക്ക് ലേക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതിൽ ആ പാങ്ങോക്ക് ലേക്കിലേക്കുള്ള റൂട്ട് തന്നെ ഒരു മനോഹരമായ കാഴ്ചകളുള്ള റൂട്ടാണ്. അത്യാവശ്യം റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ പോയി കഴിഞ്ഞാൽ റിവർ ക്രോസിംഗ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായി, 7 മണിയായി സമയം. എന്നാലും നമ്മൾ പുറപ്പെടാൻ നോക്കുകയാണ്. എല്ലാവരും ചായ കുടിച്ച് സെറ്റായി. ഇപ്പം നമുക്ക് പാങ്ങോക്ക് ലേക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. റോമിയോ ബായിനോട് നമ്മൾ ഗുഡ് ബൈ പറയാണ്. ഓക്കെ, फिर मिलेंगे जरूर. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇവർ ഇന്നലെ വന്ന ടീമാണ്. ഇവർ മലയാളികളാണ്. അപ്പോൾ ഇവർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എല്ലാവരും ഞങ്ങളിവിടെയാണ് താമസിച്ചത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് സെൽഫി എടുക്കേണ്ട പരിപാടിയാണ്. നമ്മൾ രാവിലെ ഇറങ്ങാൻ ഒന്ന് ലേറ്റായി. നമ്മൾ ഫാമിലിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി. നമ്മൾ അല്ലാണ്ട് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തേക്ക് പുറപ്പെടാൻ പറ്റും. ഇവരൊക്കെ ഒരുങ്ങി റെഡിയായി വരികയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. നമ്മളിപ്പോൾ 100 സാൻഡ് ഡ്യൂൺസ് പിന്നിട്ട് നമ്മളിങ്ങനെ ഷോക്ക് റിവറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാങ്ങോക്ക് ലേക്കിലേക്ക് എന്തായാലും ഒരു 3-4 മണിയാവും നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് റിവർ ക്രോസിംഗ് ഒക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് അങ്ങ് എത്താൻ പറ്റും. ഇവിടുത്തെ റോഡിൻ്റെ കാര്യം അടിപൊളിയാണ് കേട്ടോ. കണ്ടോ, അധികം വീതിയൊന്നുമില്ല. പ്രധാനമായിട്ടും ഈ മിലിറ്ററി വണ്ടികൾ, അതുപോലെ തന്നെ ഈ ട്രാവലേഴ്സ്, ടൂറിസ്റ്റുകൾ മാത്രമേ ഇങ്ങോട്ടേക്ക് അധികം വരാറുള്ളൂ. കാരണം ഇവിടെ ജനസംഖ്യ വളരെ കുറവായത് കാരണം നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരുപാട് വാഹനങ്ങളും ടാക്സികളും ബസ്സുകളൊന്നും ഓടുന്ന ഒരു റൂട്ടല്ല. അതുകൂടാതെ തന്നെ ഇതിൽ മഞ്ഞുകാലമൊക്കെ ആകുന്ന സമയത്ത് ഇവിടെ മഞ്ഞ് വേണ്ടി ഈ റോഡൊക്കെ തകരും. ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഈ റോഡുകളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ റോഡൊക്കെ തകർന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ റോഡുകൾ നിർമ്മിക്കും. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് റോഡ് കുറച്ച് മോശമായിരുന്നു. ഇതിലും മോശമായിരുന്നു റോഡ്. പക്ഷേ ഈ തവണ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. 2018 ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ 2024 സെക്കൻഡ് ടൈം വരുന്നത്. ഇപ്പോൾ റോഡ് കുറച്ചുകൂടി നന്നായിട്ട് ഉണ്ട്. കഴിഞ്ഞ തവണ കുറേ ഓഫ് റോഡുകൾ കിട്ടിയിട്ടുണ്ട്. പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പാങ്ങോക്ക് ലേക്കിലെത്തുമ്പോഴേക്കും ഒരു 5 മണി ഒക്കെ കഴിഞ്ഞിരുന്നു ആ സമയത്ത്. ഇതിവിടെയുള്ളൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ. ഇനി അങ്ങോട്ട് റോഡ് കാണാനില്ല. റോഡുണ്ട് അടിയിൽ, പക്ഷേ ഈ പൂഴി മണ്ണ് കാറ്റടിച്ചിട്ട് റോഡിലേക്കും വീണതാണ്. നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് പോയാൽ എന്തായാലും മറിഞ്ഞു വീഴും. ഡബിൾ എടുത്തിട്ടൊന്നും സ്പീഡ് പോകാൻ പറ്റില്ല. മെല്ലെ തന്നെ ഓടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സ്ലിപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ പക്ഷേ നല്ല ഭംഗിയാട്ടോ. ആ മേഘങ്ങളൊക്കെ കണ്ടില്ലേ ആ മലയുടെ മുകളിൽ. കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. പക്ഷേ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ ഈ റൂട്ട് അടിപൊളിയാണ് കേട്ടോ. ഹിമാലയം പോകുന്നുണ്ടല്ലേ മുന്നിലുള്ള, അയാളിങ്ങനെ കാലൊക്കെ കുത്തിയാണ് പോകുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വണ്ടി അവിടെ നിന്ന് റെൻറ്റിനൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം വണ്ടീൻ്റെ ടയറും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെടുന്ന സമയത്ത് പണി കിട്ടും. ഗ്രിപ്പില്ലാത്ത ടയറൊക്കെ ആണെങ്കിൽ വീഴാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. പിന്നെ ബ്രേക്കിൻ്റെ കാര്യം, ബ്രേക്ക് തൊടുകയേ ചെയ്യരുത്. ഇങ്ങനത്തെ സ്ഥലത്തുനിന്ന് ബ്രേക്ക് പിടിച്ചാൽ എന്തായാലും താഴെ വീഴും. അപ്പോൾ നമ്മൾ ക്ലച്ച് തന്നെ കൺട്രോൾ ചെയ്യണം. ജസ്റ്റ് ക്ലച്ച് ഡൗൺ ചെയ്യുക, എന്നിട്ട് മെല്ലെ പതുക്കെ പോവുക ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കാനുള്ള ടെൻഡൻസി എന്തായാലും ഉണ്ടാവും. പെട്ടെന്ന് സ്ലിപ്പായിട്ട് താഴെ വീഴും. ഈ റോഡ് കണ്ടില്ലേ, ഫുള്ള് കല്ലിങ്ങനെ വീണ് കിടക്കുകയാണ്. അപ്പം പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, നമുക്ക് കുറച്ചുകൂടി സ്പീഡിലൊക്കെ പോകാൻ പറ്റും. എന്നാലും ബ്രേക്കിൻ്റെ കാര്യം ചിലപ്പോൾ നമ്മളോട് മറന്നുപോയിട്ട് പെട്ടെന്നൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ബ്രിഡ്ജൊക്കെ ഈ ടൈപ്പുള്ള ബ്രിഡ്ജുകളായിരിക്കും. കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ബ്രിഡ്ജുകളാണ്. മിലിറ്ററി ഇതുപോലെയുള്ള ഒരുപാട് ബ്രിഡ്ജുകളൊക്കെ നിർമ്മിക്കാറുണ്ട്. റോഡിൽ വേറെ റൈഡേഴ്സിനൊന്നും കാണുന്നില്ല. ഞങ്ങൾ 3 വണ്ടികൾ മാത്രമേ കാണുന്നുള്ളൂ. ലഡാക്ക് യാത്രേൻ്റെ ഒരു ത്രില്ലതാട്ടോ. ഭയങ്കര ട്രാഫിക് ഇല്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് റൈഡ് ചെയ്യാൻ പറ്റിയ സൂപ്പർ പ്ലേസാണ് കേട്ടോ. അതാണ് റൈഡേഴ്സിൻ്റെ ഡ്രീം വേൾഡാണ് ലഡാക്ക് എന്ന് പറയുന്നത്. വിദേശികളൊക്കെ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. നമുക്ക് വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. ഇത് കുറേ റൈഡേഴ്സ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. പാക്കേജുകൾ ചെയ്യുന്നതിന് ഭാഗമായിട്ട് അവർ ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇവരെ കൂടെ ഒരു റിക്കവറി വാനും ഉണ്ടാവും. അപ്പോൾ ഇവർ നല്ല പോകുന്നത് നല്ല സ്പീഡിലാണ് ഇവർ പോകുന്നത്. ഒരു 10-50 പേരുള്ളൊക്കെ ഉള്ള ഗ്രൂപ്പായിരിക്കും ഇത്. ഈ ഒരു പാലം കടന്ന മുന്നിൽ ചെറിയൊരു റിവർ ക്രോസിംഗ് ഉണ്ട്.
ചെറുതാണ്. രാവിലെ ആയത് കാരണം ഇവിടെ വെള്ളം കുറവാണ്. എന്നാലും വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ. കാൽമിലേക്ക് അടിക്കുമ്പോൾ നല്ലോണം തണുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ശരിക്കും ഷോക്ക് റിവറാണ് കേട്ടോ. റിവർ കൂടിയാണ് നമ്മൾ ശരിക്കും യാത്ര ചെയ്യുന്നത്. വെള്ളമില്ലാത്ത കാരണം നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഏകദേശം ഒരു പകുതി പിന്നിട്ട് കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 100 കിലോമീറ്ററാണ് പാങ്ങോക്ക് ലേക്കിലേക്കുള്ളത്. നല്ല മനോഹരമായ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങളിവിടെ നിർത്തിയതാണ്. ഒരു അടിപൊളി റിവർ ക്രോസിങ് കഴിഞ്ഞ് സനുവിന് പറ്റിയൊരു ബോർഡ് കൂടെ ഉണ്ട്. കല്യാണം കഴിഞ്ഞവർക്ക് ഇഫ് മാരീഡ് ഡിവോഴ്സ് ഇല്ലെങ്കിൽ കെട്ടിയോള് കൈവക്കും. ഓക്കെ അല്ലേ? അതെന്താ മൂന്നിനൊരു ഉന്മേഷമുള്ളത്? എനർജി എനർജി വരട്ടെ. അതെ, ചില സ്ഥലങ്ങൾക്ക് നല്ല റോഡാണ്, വീതിയുള്ള റോഡുകളുണ്ട്. ഈ മലനിരകൾ കണ്ടില്ലേ? ഈ മലനിരകളുടെ മുകളിൽ നിന്നുള്ള ഐസ് ഉരുകി വന്നിട്ടാണ് ഈ നദി രൂപം കൊള്ളുന്നത്. ഈ ഭാഗത്തൊക്കെ വെള്ളത്തിന് നല്ല ശക്തിയുണ്ട്. ഇതാ അലറിപ്പതഞ്ഞൊഴുകി പോകുന്നുണ്ടല്ലേ? നല്ല ശക്തിയുണ്ട്, തണുപ്പുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോ മലമുകളിൽ നിന്നും ഉരുകി വരുന്ന ഐസ് ചേർന്നിട്ടാണ് നദി ഉണ്ടാകുന്നത്. അതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇപ്പോൾ ഐസ് കുറവാണ്, എല്ലാം ഉരുകി തീരാനായിട്ടുണ്ട്. ഇപ്പോൾ നവംബറൊക്കെ ആവുന്ന സമയത്ത് വീണ്ടും മഞ്ഞ് പെയ്ത് വീണ്ടും ഇതിലേക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കും. മഴ പെയ്യുന്നതിനേക്കാൾ ഉപരി ഈ ഒരു മഞ്ഞ് കൊണ്ടാണ് ഇതിലൊക്കെ വെള്ളം കൂടുതലായിട്ടുണ്ടാകുന്നത്. ഈ ഒരു നദി ക്രോസ് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ ഒരുപാട് പാലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ പാലങ്ങളാണല്ലോ. ഇതെപ്പം വേണമെങ്കിൽ റിമൂവ് ചെയ്യും ഒക്കെ മാറ്റുകയൊക്കെ ചെയ്യാം. ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഏറ്റവും യോജിച്ചത് ഇത്തരത്തിലുള്ള പാലങ്ങളാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സമയത്ത് ഏതോ മരുഭൂമി പോലെയുള്ള സ്ഥലം, നല്ല ചൂടുള്ള സ്ഥലത്ത് കൂടി പോകുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷേ യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. നമ്മുടെ കൈയിൻ്റെ വിരലൊക്കെ ഇങ്ങനെ തണുത്ത് വിറച്ച് കോച്ചിരിക്കും. ഈ വെയിലുള്ള ഭാഗത്തെത്തുമ്പോൾ കുറച്ചൊരാശ്വാസം കിട്ടും. നമ്മൾ നദി ക്രോസ് ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തി എന്നല്ലേ? നമ്മൾ നേരത്തെ വലത് വശത്ത് കൂടിയായിരുന്നു ഓടിച്ചത്. നമ്മൾ ആ പാലം കയറി ക്രോസ് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തി. അപ്പോൾ ഇതുപോലുള്ള നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് നദി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് പോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു യാത്ര പോവുക. ഈ നദിയുടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ റോഡ് പോകുന്നത്, അരികിലൂടെയായിട്ട്. എല്ലാവർക്കും ഈ ഒരു ലഡാക്ക് യാത്ര ഇഷ്ടപ്പെട്ടോണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കാണാനൊന്നുമില്ല. കാരണം പച്ചപ്പും ഒന്നുമില്ല, കുറേ മൊട്ടക്കുന്നുകളാണ്. പക്ഷേ ഈ മൊട്ടക്കുന്നുകളാണ് ഈ ഒരു യാത്രയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നത് ഭയങ്കര രസമാണ്. അപ്പോൾ റൈഡർമാരുടെ ഒരു സ്വർഗം തന്നെയാണ് ഈ ലഡാക്ക് എന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ ഒരു പച്ചപ്പും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പം നിരാശയായിരിക്കും. ഇതുപോലുള്ള റോഡുകളാണ്, കല്ലും മണ്ണും നിറഞ്ഞ റോഡുകൾ, ഇതുപോലെ തന്നെ ഓഫ് റോഡുകളിലൂടെയൊക്കെയുള്ള യാത്ര, അതൊക്കെ വൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്നും നോക്കണ്ട, വെച്ച് പിടിക്കാം നമുക്ക് ലഡാക്കിലേക്ക്. ഇതാ കുറേ റൈഡേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. നേരത്തെ കണ്ട റൈഡേഴ്സിൻ്റെ പിറകിൽ വരുന്ന ആൾക്കാരാണിത്. കുറേ പേര് ഇവിടെ ഞങ്ങളിവിടെ വരുമ്പോൾ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഓരോരുത്തരെ എല്ലാവരും ഒരുമിച്ചല്ലേ അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും വെയിറ്റ് ചെയ്തിട്ടാണ് ഇവർ പോകുന്നത്. ഹുണ്ടറിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ദൂരമാണ് പാങ്ങോക്ക് ലേക്കിലേക്കുള്ളത്. ഇതിനിടയിലൊന്നും പെട്രോൾ പമ്പുകൾ വളരെ കുറവാണ്. നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ ഹുണ്ടറിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പുറപ്പെടുന്നതായിരിക്കും നല്ലത്. പിന്നെ ദുർബുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പെട്രോൾ പമ്പുണ്ട്. നമ്മൾ റൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ദുർബുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു 30 കിലോമീറ്റർ, 30 ഇല്ല, ഒരു 20 കിലോമീറ്റർ ഉണ്ടാവും. നല്ല ഒരു റിവർ ക്രോസിങ് കൂടി കിട്ടി. അവിടെയൊക്കെ കല്ലൊക്കെ ഇട്ട് ശരിയാക്കിയിട്ടുണ്ട്. അധികം ലേറ്റായി കഴിഞ്ഞാൽ റിവർ ക്രോസിങ്ങിൽ വെള്ളം പൊന്തിയിട്ട് നമുക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരമാവധി നമ്മൾ ഹുണ്ടറിന്ന് നേരത്തെ ഇറങ്ങുക. എങ്കിൽ നമുക്ക് റിവർ ക്രോസിങ് ഈസി ആയിട്ട് നമുക്ക് കടന്നു പോകാൻ പറ്റും. നമ്മളിവിടെ ഒരു ചെറിയൊരു ചായക്കട എടുത്തുകൊണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. എവിടെ നോക്കിയാലും അടിപൊളി വ്യൂസാണ്. തണുപ്പ് കുറവാണ്. നമുക്കൊന്ന് ഷോക്ക് നദീൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എല്ലാവരും ടോയ്ലറ്റിലൊക്കെ പോയി സെറ്റാകാം. ഇതാണ് മക്കളെ ഷോക്ക് നദി. നല്ല അലറി പതഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക, കണ്ടില്ലേ? ഇത് അങ്ങ് ദൂരെ മഞ്ഞ് മലകളിൽ നിന്ന് ഐസ് ഉരുകി ഒലിച്ചു വരുന്ന വെള്ളമാണ്.
ഇതിപ്പോൾ നമ്മൾ നേരത്തെ വരുന്ന സമയത്തൊക്കെ വളരെ ചെറിയ ചാല് പോലെയായിരുന്നു. ഇതിപ്പോൾ ഭയങ്കര വെള്ളം ഏറി വരുന്നുണ്ട്, കൂടി വരും. ഇത് വൈകിട്ടാകുമ്പോഴേക്കും നേരത്തെ വരും ഇതിലെ വെള്ളം. അതാണ് അവസ്ഥ. ടിബറ്റൻ പ്രയർ ഫ്ലാഗ് ഇങ്ങനെ മാറി പറക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ റൈഡ്? പറ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ റോഡുകളായിരുന്നു. റോഡ് പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ റോഡ് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് റിവറും കാര്യങ്ങളൊക്കെ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരു റൈഡർ എന്ന നിലക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് റിസ്ക് കാര്യങ്ങളൊക്കെ റോഡാണ്, എങ്കിലും നമ്മൾ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. അശ്വതി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. തരു മൈക്ക് വെക്കാത്ത പ്രശ്നമാണ്. പറയൂ, എന്താ എന്താ മാണ്ടാന്നോ? എന്റെ എക്സ്പീരിയൻസ് പറയൂ. എന്തായാലും പിന്നെ മോമോസ് തന്നെ തിരക്കിൽ ഇവക്ക് പറയാൻ തോന്നുന്നു. മോമോസ് ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് മോമോസ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ മോമോസ്? ഓക്കെ. എവിടെ പോയി നാളെ? ജമ്പൻ അതല്ല. ഓക്കെ. നമ്മളിപ്പോൾ ദുർബുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയൊരു മല കയറി ഇറങ്ങി വേണം കേട്ടോ ദുർബുക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 2 വഴിയുണ്ട്. നമുക്ക് നമ്മൾക്ക് ഷോക്ക് റിവറിൻ്റെ സൈഡിലൂടെ വേറൊരു വഴിയുണ്ട്. ഞങ്ങൾ ഈ 2ാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. അതിലുള്ള വഴിയല്ല നമ്മുടെ മാപ്പ് കാണിക്കുന്നത്, ഈ വഴിയാണ് മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മല കയറി ഇറങ്ങിയിട്ട് വേണം ദുർബുക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമുള്ള റൂട്ടാട്ടോ, നല്ല ഭംഗിയുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ പോയ സമയത്ത് താഴെ ആ വഴിയിലൂടെയാണ് പോയത്. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്താണ്. ഈ ഒരു വലിയ മല നിരകൾ കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ പോകുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി പഞ്ചറാകോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും. കാരണം ആരെയും കാണുന്നൊന്നുമില്ല. റൈഡേഴ്സൊക്കെ വരുന്നു പോകുന്ന റൂട്ടാണെങ്കിൽ കൂടി നമുക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് പഞ്ചർ കിറ്റൊക്കെ കൈ കരുതുന്നത് നല്ലതായിരിക്കും ലഡാക്കിട്ട് പോകുന്ന സമയത്ത്. ഞങ്ങളുടെ കയ്യിലൊരു പഞ്ചർ കിറ്റ് ഉണ്ട്, പക്ഷേ ഇത് ട്യൂബ്ലെസ് ടയറിന് മാത്രമേ പറ്റുകയുള്ളൂ. ടയർ മുഴുവൻ അഴിച്ച് പണിയേണ്ടി വരും. എന്തായാലും അവർ പഞ്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ വന്ന് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. ഇവിടെ നിന്ന് ഞങ്ങളൊന്ന് കിളീനെ പറത്തിയാണ്, ഡ്രോണ് പറത്തി. ഏകദേശം ദുർബുക്കിലേക്ക് തന്നെ ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നല്ലൊരു എയർപിൻ ബെൻഡ് ഉണ്ട്. അവിടെ നിന്ന് അതിൻ്റെ ഷോട്ട് ഞാൻ കാണിച്ചു തരാം, ഡ്രോൺ ഷോട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഇനിയുള്ളത് വളഞ്ഞു പുളഞ്ഞുള്ള കുത്തനുള്ള ഇറക്കമാണ്. പക്ഷേ ഈ ഇറക്കത്തിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു സുരക്ഷാ ഭിത്തിയോ ഒരു കാര്യമില്ല, ഒരു സംഭവമില്ല. അപ്പോൾ ഒന്ന് കണ്ണ് തെറ്റിയോ ജസ്റ്റ് നമ്മളോട് കണ്ണൊന്ന് മയങ്ങിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപകടം സംഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഈ സൈഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സ്ഥലങ്ങൾ നമുക്ക് കാണാം. വലിയ ലോറിയൊക്കെ വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ റോഡിലുള്ളൂ. മറ്റ് സുരക്ഷാ ഭിത്തികളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതിൽ പോകുന്ന സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യുക, അത് മസ്റ്റായാലും ചെക്ക് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ താഴോട്ടേക്ക് നല്ല കുത്തനെകൾ ഇറക്കാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നമ്മൾ ഓടിക്കുന്ന സമയത്ത് നന്നായി ഈ ഒരു ഇറക്കം ഫീൽ ചെയ്യും. നമുക്ക് ബ്രേക്കിലൊന്നും കിട്ടാത്തൊരവസ്ഥ വരും, ഗിയർ തന്നെ താങ്ങി ഇറക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം നമ്മൾ ഇറങ്ങി താഴോട്ടേക്ക് എത്തിക്കഴിഞ്ഞ് ഇതാ ഷോക്ക് റിവറിൻ്റെ ക്രോസ് ആയിട്ടൊരു ബ്രിഡ്ജ് കാണാം. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ദുർബുക്ക് ടൗണിലേക്ക് എത്തും. ദുർബുക്ക് ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ കുറച്ച് ഹോട്ടലുകളും കാര്യങ്ങളും ഉള്ള ചെറിയൊരു അങ്ങാടിയാണ് ദുർബുക്ക് ടൗൺ. നമുക്കവിടെ എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം അവിടെ പോയിട്ട്. ഇങ്ങോട്ടേക്കുള്ള റോഡുകളൊക്കെ പൊളിയാണ്, അടിപൊളിയാണ്. നല്ല ഒരു കുണ്ടും കുഴിയോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല റോഡുകളാണ് കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ഉണ്ടല്ലോ, നല്ല ക്ലിയർ പച്ച കളറായിട്ട്. ഇവിടെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാം. നേരത്തെ നമ്മൾ കണ്ടത് കലങ്ങി പതഞ്ഞു വരുന്ന നദിയാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് നല്ല തെളിഞ്ഞ് നല്ല ക്രിസ്റ്റൽ ക്ലിയറായ വാട്ടറാണ് നമ്മൾ കാണുന്നത്.
നല്ല ചെറിയ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ കാണുന്നുണ്ട്. പുഴയുള്ളത് കൊണ്ട് ഉള്ള ചെടികളാണ്. ബാക്കിയുള്ള മലേൻ്റെ മുകളിലോട്ടൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഫുള്ള് എന്തായാലും കല്ലിൻ്റെ കൂന പോലത്തെ മലനിരകളാണ് കാണുന്നത്. ഈ ഒരു സൈഡിലൂടെയുള്ള റൈഡ് നല്ല രസമാണ്. ഇവിടെ ഇറങ്ങിയിട്ടൊന്ന് മുഖം കഴുകുകയും ഫ്രഷൊക്കെ ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സനൂപ് നല്ല പോക്കാണ് പോകുന്നത്, മുന്നിൽ നിർത്താതെ പോയി കളഞ്ഞു. അതിനടുത്ത് ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ കാണുന്നു. എനിക്ക് തോന്നുന്നത് മിലിറ്ററിൻ്റെതോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് താമസിക്കാനുള്ള എന്തോ സംഭവമാണ്, മിലിറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ബസ് വരുന്നുണ്ട്. വളരെ റെയറായിട്ട് നമുക്കിവിടെ ബസ് കാണാൻ പറ്റും. മണാലിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബസ് സർവീസ് ഉണ്ട് കേട്ടോ. മണാലി നിന്ന് 3 ദിവസം കൊണ്ട് നമ്മൾ ലേയിലെത്തി. ലേയിൽ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ ചിലവ് കുറച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് ആ ബസ്സിൽ വരാം. ഇവിടെ കണ്ടില്ലേ പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. നേരത്തെ ഇതിലൂടെയൊക്കെ ആ ഒരു നദി ഒഴുകുന്നതുകൊണ്ടായിരിക്കും നല്ല പച്ചപ്പ് കണ്ടത്. ലഡാക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. തുർത്തുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ്. ലഡാക്കിൽ പച്ചപ്പും ഉണ്ട്, പക്ഷെ ഭൂരിഭാഗം സ്ഥലങ്ങൾ നമ്മൾ ഈ കാണുന്നത് പോലെ ഈ മൊട്ടക്കുന്നുകളായിട്ടാണ് കാണുക. നോക്കത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡ്. അതിലൂടെ ഇങ്ങനെ റൈഡ് ചെയ്യാൻ തന്നെ മാത്രമാണ് ആളുകൾ പ്രധാനമായിട്ടും ലഡാക്കിലേക്ക് വരുന്നത്. ഈ റൈഡിങ്ങിൻ്റെ ഒരു സ്റ്റൈല് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പലരും ലഡാക്ക് സന്ദർശിക്കാൻ വേണ്ടി വീണ്ടും വരുന്നത്. അത് കണ്ടില്ലേ, അവിടെ ഒരു ചെറിയ ചെറിയ എലിമാളം പോലത്തെ ചെറിയ ഗുഹകൾ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് അവിടെ കയറിയിരുന്നു കേട്ടോ. ഇതൊരു പട്ടാള ക്യാമ്പാണ്. ദുർബുക്ക് എത്തുന്നതിന് മുമ്പിട്ടാണ് ഈ പട്ടാള ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ദുർബുക്കിലേക്ക് ഒരു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇതിൻ്റെ പിറകിലൊരു പട്ടാള ക്യാമ്പുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു കേവ് നിങ്ങൾക്ക് കാണാം. അതാ ഞാൻ സൂം ചെയ്യാം. ഇതൊരു കേവാണ്. ഈ കേവിൻ്റെ ഈ ഒരു സൈഡിലൂടെ കയറിയിട്ട് ഉള്ളിലായിട്ട് പോകണം. മുമ്പ് ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായ ഒരു സമയത്ത് പട്ടാളക്കാർ ഒളിച്ചിരുന്നൊരു കേവാണിത്. ഇതിനുള്ളിലോട്ട് കുറേ പ്ലേസ് ഉണ്ട്. ഉള്ളിലോട്ട് ഇങ്ങനെ കയറി പോകണം. എന്തായാലും നമുക്ക് കുറച്ചടുത്ത് പോയി നോക്കാം. ഞങ്ങളൊരിക്കൽ ഇതിനുള്ളിൽ കയറി പോയിട്ടുണ്ട്. ഇതാണ് ആ ഗുഹ. ഇതിനുള്ളിലേക്ക് തൽക്കാലം നമ്മൾ കയറുന്നില്ല, റിസ്ക്കാണ്. നമ്മളങ്ങനെ ദുർബുക്ക് ടൗണിലെത്തിട്ടോ. ചെറിയൊരു ടൗണാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കാറു എന്ന സ്ഥലത്ത് പോയിട്ട് മണാലിയിലേക്ക് പോകാൻ എളുപ്പ വഴി ഇതിലെയാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ വഴി പോകുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരു ജംഗ്ഷൻ എന്ന് വേണേൽ പറയാം. ഇവിടെ നമുക്ക് ധാരാളം താമസിക്കാനുള്ള സൗകര്യങ്ങളും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ സർവീസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് കൂടിയാണ് ഈ ദുർബുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളും. ഇവിടെ ഉള്ള മറ്റൊരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇവിടെ റോയൽ എൻഫീൽഡ് നേരിട്ട് നടത്തുന്ന സർവീസൊക്കെ. ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യുന്നത്. പാർട്സിൻ്റെ എന്തെങ്കിലും പാർട്സ് മാറ്റാനുണ്ടെങ്കിലൊക്കെ അതിൻ്റെ പൈസ കൊടുക്കണം, ബാക്കിയെല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് ഞങ്ങളിതെല്ലാം 3 ബൈക്കിന് ഡിസ്പ്ലേഡ് പോയിട്ടുണ്ട്. 250 റേറ്റ് പറഞ്ഞവർ. അതുപോലെ തന്നെ ചെല്ലു പോലത്തെ അവർ ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതാണ്. അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ബാങ്കോക്ക് ലേക്കിലേക്ക്. ഇവിടെ നിന്ന് നമ്മൾ സാധാരണ ബാങ്കോക്ക് ലേക്കിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ടെസ്റ്റ് ചെയ്യുന്ന മീൻസ് നമ്മൾ വരുന്നത് ഈ വഴിക്കായിരിക്കും. ഹുണ്ടർന്ന് വന്നിട്ട് നേരെ ബാങ്കോക്ക് ലേക്കിലേക്ക് പോയിട്ട് ഇവിടുന്ന് നമ്മൾ തിരിച്ച് പോവുക. ഇവിടുന്ന് ചങ്ല പാസിലേക്ക് ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് പോകുന്ന നമുക്ക് ലെഫ്റ്റിലേക്ക് പോകും. കാറും പോകണമെങ്കിൽ മണാലിക്ക് പോവാം, ലേയിലേക്ക് പോവാം, ആലയിലേക്ക് പോവാം. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെയുള്ള വഴിയാണ് ദുർബുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ബാങ്കോക്ക് ലേക്കിലേക്കുള്ള വഴിയാണ്. നമുക്കിപ്പോൾ ബാങ്കോക്ക് ലേക്കിലേക്കാണ് പോകേണ്ടത്. ഇതാ വണ്ടി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടെസ്റ്റ് റൈഡൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 വണ്ടിയുടെ ഡിസ്പ്ലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഓയിലൊക്കെ ചെയ്ത് ദുർബുക്കിൽ നിന്ന് പാങ്ങോക്ക് ലേക്കിലേക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ ആണുള്ളത്. അതുപോലെ തന്നെ പാങ്ങോക്ക് ലേക്ക് മുഴുവൻ കവർ ചെയ്യുകയാണെങ്കിൽ 100ലധികം കിലോമീറ്റർ ഉണ്ട് കേട്ടോ. പാങ്ങോക്ക് ലേക്ക് ഇങ്ങനെ പരന്ന് വിശാലമായി കിടക്കുന്ന അതിമനോഹരമായൊരു തടാകമാണ്. അപ്പോൾ അതിൻ്റെ കരയിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അതിലും കിലോമീറ്റർ ദൂരം കൂടുതലുണ്ടാവും. എന്തായാലും ദുർബുക്കിൽ നിന്ന് പാങ്ങോക്ക് ലേക്കിലേക്കുള്ള ഒരു റോഡ് അടിപൊളി റോഡാണ് കേട്ടോ. നല്ല കയറ്റങ്ങളും ഇറക്കങ്ങളും അങ്ങനെ അധികം ഇല്ലാത്ത നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. നമുക്ക് നന്നായി അടിപൊളിയായിട്ട് ആസ്വദിച്ച് റൈഡ് ചെയ്ത് പോകാൻ പറ്റിയ റോഡാണ്. നമ്മളിപ്പോൾ ഏകദേശം പാങ്ങോക്ക് ലേക്കിൻ്റെ അടുത്ത് എത്താറായി. അത് ദൂരെ നമ്മൾ ആദ്യം കാണാതെ ആ ദൂരെ 2 മലയുടെ ഇടയിലൂടെയുള്ള ആ ഒരു കാഴ്ചയാണ്. പിന്നെ നമ്മളിപ്പോൾ പാങ്ങോക്ക് ലേക്കിൻ്റെ കരയിലൂടെ ലെഫ്റ്റ് സൈഡിൽ പാങ്ങോക്ക് ലേക്ക് നിങ്ങൾക്ക് കാണാം. നീലക്കടലിൽ ഇങ്ങനെ തിളങ്ങിക്കിടക്കുന്ന പാങ്ങോക്ക് ലേക്ക്. അപ്പോൾ അതിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് നമ്മൾ താമസിക്കുന്ന റൂമിനടുത്തേക്ക്. നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാനാണ് വിചാരിക്കുന്നത്.
നല്ല നീല കളർ കണ്ടോ? ഈ ഒരു തടാകത്തിൻ്റെ ഭംഗി ഇന്ത്യയിൽ ഒരു തടാകത്തിനില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു തടാകം ഇന്ത്യയിൽ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ട ഏതെങ്കിലും തടാകം ഉണ്ടെങ്കിൽ. അത്രയും ഭംഗിയാണ് ഈ പാങ്കോക്ക് ലേക്ക്. മൊട്ടക്കുന്നുകൾക്കിടയിലായിട്ട് നീല കളറിലിങ്ങനെ നിൽക്കുന്ന ഈ ഒരു പാങ്കോക്ക് ലേക്കിൻ്റെ ഭംഗി കാണാനാണ് വിദേശികളും ഇന്ത്യക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് പ്രധാനമായിട്ടും. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം ഓക്സിജൻ ലെവലിൻ്റെ കുറവാണ്. ഇവിടുത്തെ കാലാവസ്ഥ, അതായത് ഓക്സിജൻ ലെവല് ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. നല്ല പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള ആളുകളൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അവസാനം നമ്മൾ പാങ്കോക്ക് ലേക്കിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. ഞങ്ങൾ പാങ്കോക്ക് ലേക്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സ്, നിർവാണ എന്ന് പറയുന്ന ക്വാർട്ടേഴ്സ്. ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൈറ്റ് ആകുമ്പോഴേക്ക് നല്ല തണുപ്പായിരിക്കും, നല്ല മൈനസിലൊക്കെ എത്തും. ഇപ്പം അത്ര തണുപ്പൊന്നുമില്ല, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറ്റ് കൂടുന്ന സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും. അവിടെ കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതിനിടയ്ക്ക് പണി കിട്ടി. സനൂപിൻ്റെ അശ്വതിൻ്റെ സൺഗ്ലാസ് വഴിയിൽ വീണുപോയി. സനൂപ് എടുക്കാൻ വേണ്ടി പോയതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അത് കാഴ്ചകളൊക്കെ കാണാം.